ഇന്ന് കന്യാകുമാരിയിലോട്ടാണ് യാത്ര. രാത്രി ഏകദേശം ഒരു 11 മണിയോട് കൂടി നമ്മൾ യാത്ര തുടങ്ങി. ഏകദേശം ഒരു രാവിലെ 8 മണിയോട് കൂടി തന്നെ കന്യാകുമാരിയിലെത്തി. റൂമിൽ ചെന്നു ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ വിവേകാനന്ദ പാറ കാണാനായിട്ട് ഇറങ്ങിയിട്ടോ. ഒരുപാട് കച്ചവടക്കാർ, അതിനിടയിൽ ഒരു സ്ത്രീ ഒരു കുട്ടിയുമായി ഞങ്ങൾക്കരികിലേക്ക് വന്നു. ഏട്ടൻ ആ കുട്ടിക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു. നീണ്ട ഒരു നിര തന്നെയായിരുന്നു. ഒരുപാട് മണിക്കൂറുകൾ ക്യൂനും കണ്ടി വന്നു. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഞങ്ങൾക്ക് ബോട്ടിൽ കയറി അവിടേക്ക് എത്താനായിട്ട് സാധിച്ചത്. ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദ പാറ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇത്തവണ നല്ല രീതിയിൽ തന്നെ സമയമെടുത്ത് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും ആസ്വദിക്കാനായിട്ട് സാധിച്ചു. നേരം വൈകി യാത്ര പുറപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഉദയം കാണാനായിട്ട് സാധിച്ചില്ല. എല്ലാവരും അപ്പോൾ ഒരു തീരുമാനമെടുത്തു, നാളെ രാവിലെ ഉദയം കണ്ടതിന് ശേഷം നമുക്ക് യാത്ര തുടരാമെന്ന്. 2 ദിവസത്തെ യാത്രയായിരുന്നു. ആദ്യ ദിവസം കന്യാകുമാരി നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാനായിട്ട് സാധിച്ചു. അസ്തമയത്തോടു കൂടി കന്യാകുമാരിയിലെ ഗാന്ധി മണ്ഡപത്തിലെത്തി. പിന്നീട് ഒരു ചായയൊക്കെ കുടിച്ച് കുറേയേറെ സാധനങ്ങളൊക്കെ വാങ്ങി റൂമിലോട്ട് തിരിച്ചു പോന്നു. അവരുടെ കുട്ടികളുടെ തരത്തിനൊത്ത കൂട്ടുകാരെ കിട്ടിയത് കൊണ്ട് അവർക്കും സമയം വളരെ നല്ല രീതിയിൽ തന്നെ പോയി. ക്ഷീണം അറിഞ്ഞതേയില്ല. ശേഷം പുലർച്ചെ തന്നെ ഉദയം കാണുന്നതിനായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. വിജനമായിരുന്നു, അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. സമയം പോകെ പോകെ നിറയെ ആളുകൾ അവിടെ തിങ്ങിക്കൂടിയിട്ടും ഉദയം കാണുന്നതിനായിട്ട് മുത്തുമാലയൊക്കെ വാങ്ങിയിട്ടും. ഇപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, ഇന്ന് കാർമേഘം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉദയം കാണാനായിട്ട് സാധിക്കില്ല. സത്യം തന്നെയായിരുന്നു, ഉദയം നല്ല രീതിയിൽ കാണാനായിട്ട് സാധിച്ചില്ല. വിഷമം തോന്നി, എങ്കിലും ഒരു സന്തോഷം. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചല്ലോ. അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തിരുവനന്തപുരം കാഴ്ചകൾ കാണുന്നതിനായിട്ട് യാത്ര തിരിച്ചു.